സിനിമ പാരഡീസോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പല പല കാരണങ്ങളാൽ വിവാഹമോചനം നടക്കുന്ന നാടാണ് നമ്മുടേതും. മറുപാതിയുടെ മനസ്സിനെ അംഗീകരിക്കാനോ തിരിച്ചറിയാനോ പറ്റാത്ത രീതിയിലുള്ള മാറ്റവും പല വിവാഹബന്ധങ്ങളിലും വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട്. ഞാൻ എന്ത് ചിന്തിക്കുന്നുവെന്നല്ലാതെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും നമ്മൾ വളർത്തിയെടുക്കുന്നില്ല. അത്തരത്തിലൊരു വിവാഹമോചന കഥ പറയുന്ന ഇറാനിയൻ ചിത്രമാണ് എ സെപ്പറേഷൻ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത പേർഷ്യൻ സംവിധായകൻ അഷ്കർ ഫർഹാദിയാണ്. ഓസ്കർ, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ നേടിയ ആദ്യ ഇറാനിയൻ ചിത്രം കൂടിയാണ് എ സെപ്പറേഷൻ. 2011 ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. 14 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം മകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി ഭർത്താവും മകളുമൊത്ത് ഇറാനിൽ നിന്നും വിദേശത്തേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്ന ഭാര്യ സിമിൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, അൽഷിമേഴ്സ് രോഗിയായ തൻ്റെ ഉപ്പയെ ഉപേക്ഷിച്ച് ഒരു പോക്ക് അസാധ്യമാണ് എന്ന് വാദിക്കുന്ന ഭർത്താവായ നാദിർ മറുവശത്തും. തനിക്ക് വിവാഹമോചനം വേണമെന്നും തൻ്റെ 11 വയസ്സുകാരി മകൾ തെർമയെ വിട്ടുകിട്ടണമെന്നും പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുന്ന സിമിൻ്റെ കോടതിയിലെ വിവാഹമോചന വാദത്തിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഓർമ്മകൾ നഷ്ടപ്പെട്ട ഉപ്പ നിങ്ങളെ മകനാണെന്ന് പോലും തിരിച്ചറിയാതിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് എൻ്റെ കൂടെ പോന്നാലെന്ന സിമിൻ്റെ ചോദ്യത്തിന് അത് എൻ്റെ ഉപ്പയാണ് എന്ന് എനിക്കറിയാമല്ലോ എന്ന മറുപടിയാണ് നാദിർ നൽകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ പിതാവിനെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പുറപ്പെടാൻ ഒരുക്കമല്ലെന്ന് പറയുന്നതോടെ സിമിൻ നാദിറിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് സിനിമയിൽ. പക്ഷേ മകൾ തെർമയ്ക്ക് അവളുടെ പിതാവിനോടൊപ്പം തുടരാനായിരുന്നു താല്പര്യം. സിമിൻ വീട് വിട്ടതിൽ പിന്നെ രോഗിയായ ഉപ്പയെ പരിചരിക്കാനും വീട് നോക്കാനുമായി സിമിൻ്റെ തന്നെ ശുപാർശയിൽ റസിയ എന്നൊരു വീട്ടുജോലിക്കാരിയെ നിയമിക്കുന്നു. ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ മൊത്തം കടമുണ്ടാക്കിയ ഭർത്താവ് ഹോജ അറിയാതെയാണ് റസിയ തൻ്റെ 5 വയസ്സുകാരിയ സുമയ്യ എന്ന കൊച്ചു പെൺകുട്ടിയുടെ കൂടെ നാദിറിൻ്റെ വീട്ടിൽ ജോലിക്കെത്തുന്നത്. മാത്രമല്ല റസിയ 4 മാസം ഗർഭിണിയുമാണ്. ഭാര്യയുടെ അസാന്നിധ്യം, ഉപ്പയുടെ അസുഖം, മകളുടെ വിദ്യാഭ്യാസ തടസ്സം, ജോലിയിലെ സ്ട്രെസ്സ് തുടങ്ങിയ പ്രതിസന്ധികളിൽ നിന്ന് റസിയുടെ വരവ് നാദിറിനൊരു ആശ്വാസമൊക്കെ ആദ്യം കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് നാദിറിനും മകൾ തെർമയ്ക്കും പല ബുദ്ധിമുട്ടുകളും അത് സൃഷ്ടിക്കുന്നുണ്ട്. തൻ്റെ പിതാവിനെ നോക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് നാദിർ റസിയെ തൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കി വാതിലടയ്ക്കുന്നതിനിടയിൽ ഗോവണിപ്പടിയിൽ തെറിച്ചു വീണ റസിയുടെ ഗർഭപാത്രത്തിലെ കുട്ടി കൊല്ലപ്പെട്ടുവെന്ന ഗുരുതരമായ കുറ്റം നാദിറിന് മേൽ ആരോപിക്കപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് വളരെ സംഘർഷഭരിതമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കടവും ദാരിദ്ര്യവും കൊണ്ട് ഒട്ടും സന്തോഷമല്ലാത്ത ജീവിതമായിരുന്നിട്ടും മാനുഷിക മൂല്യങ്ങളെ പണത്തിനുമേൽ അടിയറവ് വയ്ക്കാൻ തയ്യാറാവാത്ത വീട്ടുജോലിക്കാരി റസിയയും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ കള്ളങ്ങൾ പോലും തന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുവെന്നും അതൊന്നും ശരിയല്ലെന്നും പറഞ്ഞ് പിതാവിനെ വിലക്കുകയും ചെയ്യുന്ന 11 വയസ്സുകാരി തെർമിയും തൻ്റെ ഉമ്മ പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് വളരെ നിഷ്കളങ്കമായി വന്ന് നാദിറിനോട് പറയുന്ന 5 വയസ്സുകാരി സുമയ്യയുടെയും കൂടി കഥയാണ് എ സെപ്പറേഷൻ. ഇവിടെ നമ്മൾ കാണുന്നത് സാധാരണക്കാരായ മനുഷ്യരെയാണ്. അച്ഛനെയും അമ്മയെ എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മകൾ, പ്രായമായ ഓർമ്മകൾ നശിച്ച അച്ഛനെയും കുടുംബത്തെയും വേണ്ടാന്ന് വെക്കാനാകാതെ അറിയാതെ ചെയ്ത ഒരു പാപത്തിൽപ്പെട്ടിരിക്കുന്ന നാദിർ, മതമനുശാസിക്കുന്ന നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന, എന്നാൽ ഭർത്താവ് അറിയാതെ ജോലിക്ക് പോയി കുട്ടിയെ നഷ്ടപ്പെട്ട റസിയ, പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവിനൊരു ആപത്ത് ഘട്ടം വരുമ്പോൾ മറ്റെല്ലാം മറന്ന് കൂടെ നിൽക്കുന്ന സിമിൻ, ജീവിതത്തിലെ വളരെ സ്വാഭാവികമായ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. ഒരുപാട് വലിയ കഥകളില്ലാതെ ഒരു ചെറിയ കൂട്ടം മനുഷ്യരുടെ ജീവിതം വളരെ മനോഹരമായി തീക്ഷ്ണമായി പകർത്തിയിരിക്കുകയാണ് എ സെപ്പറേഷൻ എന്ന ഈ സിനിമയിൽ. കാണുന്നത് ഒരു സിനിമയാണ് എന്ന് പോലും നമ്മൾ മറന്നുപോകും എ സെപ്പറേഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒടുവിൽ സിനിമ അവസാനിക്കുന്നതും ഒരു കോടതി മുറിയിൽ തന്നെയാണ്, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവുമായി. മനുഷ്യബന്ധങ്ങളെ ഇത്രമേൽ ശക്തമായി പ്രതിപാദിക്കുന്ന ഈ സിനിമ കാണേണ്ട കാഴ്ചയാണ്. കുടുംബ ബന്ധങ്ങളിൽ ജീവിതത്തിൻ്റെ ഓട്ടങ്ങൾക്കിടയിൽ ഉച്ചവരെയോർത്ത് ജീവിത സംഘർഷങ്ങളെയോർത്ത് ആകുലപ്പെടുന്നവർ കാണേണ്ട സിനിമ. ഉത്തരം കണ്ടുപിടിക്കേണ്ടത് കാഴ്ചക്കാരാണ്. നമുക്ക് പൂരിപ്പിക്കാനുള്ള ഉത്തരം അവസാനിപ്പിച്ചാണ് എ സെപ്പറേഷൻ എന്ന സിനിമ അവസാനിക്കുന്നത്.